ഹലോ ഗായ്സ്, വെൽക്കം ടു ജാനൂസ് വ്ളോഗ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമുക്ക് കട്ട്ലേറ്റിൽ നിന്ന് തുടങ്ങാം. കഥ നമുക്ക് പിന്നെ പറയാം. സോ നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്? ബീഫ് കഴുകി വൃത്തിയാക്കി. ബീഫിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആയാലും എടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ടു. ഇതെനിക്ക് എത്ര തൂക്കമുണ്ട് ഞാൻ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് ബീഫ് കൊണ്ടുവന്ന്, അത്ര തന്നെ. ഞാൻ തൂക്കം നോക്കാൻ പോയില്ല. അപ്പം ഒരു മനക്കണക്ക്. അതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ മൂന്നുമാണ് ഞാനിപ്പോൾ ഇതിലേക്കിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകോ ഒക്കെ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ മാത്രം. എന്തിനാ വെറുതെ അനാവശ്യമായിട്ട്. അപ്പോൾ ഈ മുളക് പൊടി ഇട്ടു നമ്മൾ. പിന്നെ പോരാന്ന് എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇട്ടു. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? മല്ലിപ്പൊടിയാണ് നമുക്ക് നെക്സ്റ്റ് അവസാനമായിട്ട് വേണ്ടത്. നമ്മൾ ക്ലോസ് ചെയ്യണം പോണിട്ട് മുന്നേ മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടില്ല. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കർ എടുത്ത് ക്ലോസ് ചെയ്ത് സ്റ്റൗ കത്തിച്ച് ഓക്കെ, നമ്മൾ കഥ പറയണ്ടേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ചാനലാണല്ലോ തുടങ്ങണേ, എല്ലാവരും തുടങ്ങുന്നുണ്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. സോ ഞാനും തുടങ്ങി. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ബെല്ലൈക്കൺ അമർത്തണം. ഇതെൻ്റെ വീട്ടിലെ കിച്ചൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ ഇപ്പം കാണിച്ചത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ: സബോള, കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പിന്നെ വേപ്പില. ഓക്കെ, ഇപ്പം നമ്മുടെ വിസിൽ ഒക്കെ വന്ന് ബീഫൊക്കെ വെന്തുണ്ടായിരുന്നു. നമ്മളിട്ട് തുറന്നു. അതിന് ശേഷം നമ്മളെല്ലാം കാണിച്ചെന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമ്മുടെ ബീഫ് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചു. ഇതുപോലെ നൈസായിട്ടിരിക്കണം. പിന്നെ ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എന്തായാലും പൊടിക്കുമ്പോൾ കൂടുതൽ പൊടിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനുള്ള, നമ്മൾ പൊരിക്കാനായിട്ട് മുന്നേ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ് ഞാൻ ഒരെണ്ണമാണ് എടുത്തത്. അത് എഗ്ഗ് യോക്കും വൈറ്റും കൂടിയിട്ടാണ് ഞാൻ എടുത്തത്. അതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോർ ഇട്ടു. കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇട്ടത്. ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പേളി ചേച്ചിയുടെ മറ്റേ വൈറൽ കട്ട്ലേറ്റ് കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അത് ഞാൻ ജസ്റ്റ് ട്രൈ ഔട്ട് അടിച്ചതാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ കട്ടകൾ പിടിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള കുരുമുളക് ഇടണം. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. സോ ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ അവസാനം വരെ കാണിച്ചിട്ടുണ്ട്, കാരണം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ. പിന്നെ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് ഞാനൊരു മണ്ടത്തരം കാണിച്ച്. അതായത് വെള്ളം വറ്റുന്നതിനായിട്ട് മുന്നേ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കണ ആ രീതിയിൽ ഒഴിച്ചു പോയി. ശരിക്കും നിങ്ങൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം വറ്റിയതിന് ശേഷം എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ പൊട്ടിത്തെറിക്കും. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ പൊട്ടിത്തെറിക്കുന്നുണ്ട്, നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ, നമ്മുടെ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞപ്പോൾ എണ്ണ നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സംഭവങ്ങളും ഞാൻ ഒരുമിച്ച് തന്നെ അല്ലാതെ ഇട്ട് കൊടുത്ത്, അല്ലാണ്ട് സബോള ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ബാക്കി ഇടാന്നുള്ളത് എനിക്കതിനുള്ള ക്ഷമയില്ല. അപ്പോൾ ഞാൻ എല്ലാതും ഇട്ടു. എന്തായാലും എല്ലാതും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യാനൊക്കെ പോകണേ. അപ്പോൾ ഞാൻ എല്ലാതും ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഞാൻ ഇടണത് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് പറ്റുന്നിടത്തോളം തീ കുറവിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ബീഫ്, അതായത് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് നമുക്ക് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒറ്റക്കൈയിലാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് എൻ്റെ ഒരു സ്റ്റാൻഡോ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഒറ്റക്കൈയിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. ഞാൻ ഒരു കയ്യിൽ ഫോം പിടിച്ചിട്ട് അത് സിനിമാറ്റിക്കിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ബ്ലറായി പോകുന്നുണ്ട്. എനിക്കറിയില്ല അതെന്താണോ ഫോക്കസ് ഔട്ട് ആവേണ്ട ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇതിലങ്ങനെ വരുന്നില്ല എന്നുണ്ട്. ഞാൻ
ഇനി വരാൻ പോണ ഷോർട്സിലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഫോക്കസ് ഔട്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം ആയിന്ന് കാണുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അത് ഒരു 2 പിടി ഇട്ട് നോക്കാം. അതിന് ശേഷം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല അത് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോഴൊന്നും സ്റ്റൗ ഓഫ് ചെയ്യരുത്, സ്റ്റൗ കത്തിച്ചിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല കുറച്ചും കൂടി വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കരുത്, വേഗം തന്നെ എടുത്തിടണം. ഒന്നും കൂടി ഒരു വാരലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 വാരൽ ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എല്ലാം ചേർന്നമല്ലോ. അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടാവണം, അത് നമ്മൾ നന്നായിട്ട് ഉടയ്ക്കണം. അപ്പോൾ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഈ പൊട്ടറ്റോ മാഷറൊക്കെ, പക്ഷേ എന്തൊക്കെയാണ് നമ്മൾ കൈ കൊണ്ട് ഉടച്ചാലൊരു അത്രയും ക്ലിയർ ആവുള്ളൂ. ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും ഈ കട്ട്ലേറ്റിൽ ഒരു ടേസ്റ്റ് വരിക. പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് അത്രയും കഷ്ണങ്ങളില്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും കട്ട്ലേറ്റിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനത് ചെയ്ത് കൈയൊക്കെ കഴുകി, നല്ല കുട്ടിയിട്ട് ഞാൻ കൈയൊക്കെ കഴുകി. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് പൊട്ടറ്റോ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനത്തെ ഒരു രൂപത്തിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കൈയൊക്കെ നീറ്റായിട്ട് കഴുകിയിട്ട് റോൾ ചെയ്യാം. നന്നായിട്ട് നല്ല ബോൾസ് പോലെ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താം. അപ്പോഴത്തെ നമ്മൾ അപ്പുറത്തൊരു പാനിൽ അല്ലെങ്കിൽ ചീഞ്ചട്ടിയിൽ എണ്ണ കായാൻ വെക്കണം. എണ്ണ എന്നിട്ട് ചൂടായി വരുമ്പോൾ ഇത് നമ്മൾ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി നമ്മുടെ ഷേപ്പിൽ വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് ഇടുക. ഞാൻ എണ്ണ കുറവാണ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ കോരിയെടുക്കണം. ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക ഒരു പ്ലേറ്റിൽ, എന്നിട്ട് അതിലോട്ട് പകർത്താം. നല്ല രസമില്ലേ കാണാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ചിലതിൽ നമ്മുടെ ചീസ് സ്ലൈസ് ഉണ്ടല്ലോ അത് കഷ്ണമാക്കിയിട്ട് ചിലതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അടിപൊളിയായിരുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ ഫോക്കസ് ഔട്ടാവുന്നത്, ഇതിൽ അവസാനത്തെ വീട്ടിൽ നിങ്ങൾക്കത് കാണാം. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം. താങ്ക്